ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് ആശംസകൾ. ഈദൊക്കെ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാത്ത വീടുകൾ ഉണ്ടാവില്ല, എന്തായാലും ചുരുക്കമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആരും കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും മുഴുവനായിട്ട് വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ഇതിന് തന്നെ നിങ്ങൾ ഈ ഒരു മട്ടൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. 1 കിലോ മട്ടനാണ് ഞാനിവിടെ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നല്ലോണം വറ്റിപ്പോയിട്ട് നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ മട്ടൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഉപ്പും മഞ്ഞളും മാത്രം ചേർത്താണ് മട്ടൻ വേവിച്ചെടുക്കുന്നത്. അപ്പം ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞളും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. മട്ടൻ അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു 5 വിസിൽ ഇട്ടിട്ടാണ് മട്ടൻ വേവിച്ചെടുത്തത്. അപ്പോൾ മട്ടൻ്റെ വേവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കിട്ടുന്ന മട്ടൻ അനുസരിച്ച് നിങ്ങൾ 4, 5, 6 വിസിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ഒന്നും തന്നെ ചേർക്കാതെയാണ് മട്ടൻ വേവിച്ചെടുക്കുന്നത്. മട്ടൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു 2 മീഡിയം സൈസ് സവാള നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കനം കുറച്ചരിഞ്ഞ് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. സവാള ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം. സവാള പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ അത് കോരി മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിരിയാണി തന്നെ നമ്മൾ സവാള ചേർക്കുമ്പോൾ ആ ബിരിയാണി തന്നെ ചീത്തയായി പോകും. ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് എന്തായാലും ഉണ്ടാകും. ആ ഒരു എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതായാലും കുഴപ്പമില്ല, അതൊഴിച്ച് കൊടുത്തിട്ട് ഒരു 4 മീഡിയം സൈസ് സവാള ഞാനിവിടെ എണ്ണയ്ക്കകത്ത് വാട്ടിയെടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് വാടി ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി നീളത്തിൽ മുറിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയൊക്കെ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വീതം വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇപ്പോൾ ഞാനിവിടെ 7-8 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊന്നും ഈ ഒരു ബിരിയാണിയിൽ ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്കുള്ളത്. അത് കൂടുതലും ബിരിയാണി ഉണ്ടാക്കുന്നത് പച്ചമുളക് ഉപയോഗിച്ചാണ്. അപ്പം ആവശ്യമുള്ളവർക്ക് ചേർക്കാം. പക്ഷെ ഞാൻ ഈ ഒരു ബിരിയാണിയിൽ ചേർക്കുന്നില്ല, പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയില ആവശ്യമുള്ളവർ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് വെന്ത മട്ടൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു മട്ടൻ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് ഈ ഒരു മട്ടൻ വേവിച്ചെടുത്തത്. അപ്പോൾ അതിലുള്ള ആ ഒരു സ്റ്റോക്കൊക്കെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് ഗ്രേവി സെറ്റാക്കി എടുക്കാം. നമുക്ക് റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ 2 ഗ്ലാസ് ജീരകശാല, അതായത് കൈമ റൈസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 4 ഗ്ലാസ് ഉണ്ടാകും. വലിയ ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ അളവെടുത്തിരിക്കുന്നത്. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുത്തിട്ട് ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമ്മൾ ഈ ഒരു അരി വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കണം. എന്നിട്ട് വേണം നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 4-5 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 പീസ് സ്റ്റാർ, പിന്നെ അതേപോലെ തന്നെ ജാതിപത്രി 2 പീസ്, ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്തിട്ട് പൊട്ടിച്ചെടുത്ത് 4 ഗ്ലാസ് അരിക്ക് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു അര മുറി നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിക്കാനായിട്ട് വെക്കാം. നമ്മളിവിടെ സെപ്പറേറ്റാണ് അരി വേവിച്ച് എടുക്കുന്നത്. അതായത് കറക്റ്റ് വെള്ളം ആഡ് ചെയ്തിട്ട് ആണ് നമ്മളിവിടെ അരി വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് ദം ചെയ്യാണ് ചെയ്യണത്. ഊറ്റിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഊറ്റിക്കളയണം എന്നുള്ളവർക്ക് എക്സ്ട്രാ വെള്ളം വെച്ചിട്ട് ഊറ്റിക്കളഞ്ഞ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ കറക്റ്റ് വെള്ളം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഞാൻ ആ ഒരു പാത്രത്തിലാണ് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ദമ്മിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മസാലയും അതേപോലെ തന്നെ ചോറും നന്നായിട്ട് ചൂടായിട്ട് തന്നെ ഉണ്ടാവണം. തണുത്ത് പോകരുത്. അപ്പോൾ കുറച്ച് ചൂടെങ്കിലും വേണം നമ്മൾ ദമ്മിടുമ്പോൾ. അപ്പോൾ ദമ്മിടുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു പാത്രത്തിൽ ആദ്യം ഞാൻ മട്ടൻ്റെ മസാല ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മസാല ചേർത്ത് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടിയും മുന്തിരിയും മല്ലിയില പിന്നെ പുതിനയില വേണ്ടവർക്ക് അത് ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ബിരിയാണി പാത്രം എടുത്ത് വയ്ക്കാം. കുറഞ്ഞത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ദം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ബിരിയാണിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഈദിന് ഈ ഒരു മട്ടൻ ബിരിയാണി തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ ഈ മട്ടൻ ബിരിയാണി കഴിച്ചത് സൈഡിൽ സാലഡും അതുപോലെ തന്നെ പുളിങ്കറിയും പിന്നെ പപ്പടവും കൂട്ടിയിട്ടായിരുന്നു. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ ദം ബിരിയാണി റെസിപ്പിയും നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. വീണ്ടും നമുക്ക് പുതിയ വീഡിയോയിലൂടെ കാണാം. താങ്ക്